ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മധുരിമ എഴുതിയിരിക്കുന്നൊരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മധുരിമ. എനിക്ക് 35 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എൻ്റെ വിവാഹം 24ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത്. പക്ഷേ വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച ആ വിവാഹം എനിക്ക് സമ്മാനിച്ചത് പ്രശ്നങ്ങളാണ്. കാര്യം, ഭർത്താവ് സുന്ദരനാണ്. സ്വപ്നം കണ്ട് അങ്ങോട്ട് ചെന്ന് എനിക്ക് കടുത്ത ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഭർത്താവ് ആദ്യ ദിവസം തന്നെ ഒരു സിംഹത്തിനെ പോലെ ചാടി വീഴുകയായിരുന്നു. എനിക്കാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത പ്രായവും. അപ്പോൾ ചോദിക്കും, 25 വയസ്സായിട്ടും തനിക്ക് 8 പൊട്ട് തിരിഞ്ഞില്ലേന്ന്. അങ്ങനെയല്ല മാഡം, പഠിത്തം മാത്രം ശ്രദ്ധിച്ച് നടന്നിരുന്ന ഒരു ടീച്ചർ മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അതൊക്കെ സ്വാഭാവികമായി വന്നു ചേരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്വാഭാവികമല്ല, ഇത് അസ്വാഭാവികമാണെന്ന് ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം കടന്നു പോകാൻ. പിറ്റേ ദിവസമെങ്കിലും എനിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും അങ്ങേർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. എൻ്റെ സമ്മതം ചോദിച്ചില്ല, എന്നോട് ഇഷ്ടമാണെന്ന് പോലും ചോദിച്ചില്ല. എൻ്റെ ഇഷ്ടങ്ങൾ അയാൾ ഗൗനിച്ചുമില്ല. ഇതിങ്ങനെ തുടർന്നു. എനിക്ക് രക്ഷപ്പെടാൻ ഒരു മനസ്സുമില്ലായിരുന്നു. എനിക്ക് പ്രതികരിക്കാൻ അറിയില്ല. അതുതന്നെ ഒരു കാര്യം. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശേഷമുണ്ടായി. അതോർത്ത് സന്തോഷിക്കാൻ പറ്റിയൊരു ചുറ്റുപാടായിരുന്നില്ല. ഞാനൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അങ്ങേർക്ക് ഒരു ദിവസം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും അതിൻ്റെ വഴിക്ക് പോയി. പിന്നീട് എനിക്ക് റെസ്റ്റ് കിട്ടിയത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ 10 ദിവസമാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും ചങ്കരും തെങ്ങേ തന്നെ. പിന്നെയും 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വിശേഷമുണ്ടായി. അതും നിലനിന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം ക്ഷയിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി. എന്നിട്ടൊരു ലേഡീസ് ഹോസ്റ്റലിൽ താമസം ആരംഭിച്ചു. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെനിക്ക് സപ്പോർട്ട് ചെയ്തില്ല. നീ അവൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി, ആണുങ്ങൾ അങ്ങനെയാണെന്നാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത്. എനിക്കെന്തായാലും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കാര്യം, എനിക്ക് ജീവിതത്തിൽ ഒരു രസവുമില്ല. അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ പല സ്ത്രീകൾക്കും നല്ല ഭർത്താക്കന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എൻ്റെ തന്നെ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. 5 പേരായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാം കൂടി ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. എല്ലാവരും ഇതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ഐഡിയ തോന്നുന്നത്. ഇന്ന് വരെയും ആരും യഥാർത്ഥത്തിൽ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇനി ഒരു കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രേഷ്മ ചേച്ചി പറയുന്നത്, എടി പിള്ളേരെ, ഇപ്പോഴത്തെ കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരുത്തനെ കെട്ടി പ്രേമിച്ച് അവൻ്റെ അടിയും ഇടിയൊന്നും കൊള്ളാൻ എനിക്ക് വയ്യാന്ന്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു കുടുംബജീവിതത്തിന്, നല്ലൊരു പുരുഷന് വരണമെന്നുമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ പല രീതിയിലും പ്രലോഭിപ്പിക്കാറുണ്ട്. പക്ഷേ ആ കഥകൾ പരസ്പരം പറയുന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൽ പോയി വീഴാൻ ആർക്കും വയ്യ. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുമല്ലോ. ആ അവസ്ഥയിലായിരുന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, എന്തായാലും കല്യാണം കളവാണോ ഒന്നും അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അത് ശരിയാ ചേച്ചി, സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് നമ്മുടെ പിന്നാലെ നടക്കാൻ. അതൊന്നുമല്ല നമുക്ക് വേണ്ടത് എന്ന് വേറൊരാൾ പറഞ്ഞു. അതെന്താടി നീ എങ്ങനെ പറഞ്ഞെന്ന് ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി ഇനിയിപ്പം നമ്മൾ ആരെ കണ്ടെത്തിയാലും അതൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കുള്ളൂ. അതെന്താടി നീ എങ്ങനെ പറഞ്ഞത്? എന്തായാലും ആര് വന്നാലും നമ്മളുമായിട്ട് കൂട്ടുകൂടും. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. പിന്നെ അവന്മാരുടെ വാലിരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. വഴക്കുണ്ടാക്കും. അവന്മാർ അധികാരത്തിന് വരും. അതിപ്പം കൊച്ചു പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാം കണക്കാണ്. ആണുങ്ങളല്ലേ. പിന്നെ എന്താണ് നീ പറഞ്ഞത്? എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ കാലത്ത് നല്ല സൗന്ദര്യമുള്ള സെലിബ്രിറ്റികൾ പോലും ഒരു കാര്യത്തിന് തയ്യാറാണ്. എന്ത് കാര്യം? നമ്മുടെ കയ്യിലൊക്കെ പൈസയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നല്ല ചുള്ളൻ ചെക്കന്മാർ, അതും സെലിബ്രിറ്റികൾ വരെ ഈ കാര്യത്തിന് തയ്യാറായിരിപ്പുണ്ട്. നീ എന്താടി പറഞ്ഞു വരുന്നത്? മൂക്കിൽ തൊട്ട് വളച്ച് പറയാതങ്ങ് പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി കുറച്ച് പൈസ കൊടുത്താൽ മതി. നമ്മുടെ കൂട്ടിന് വേണ്ടി നല്ല പയ്യന്മാർ വരും, നമ്മുടെ ഫ്രണ്ട്സാകും. പക്ഷേ അതിലൊരു മേന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഏറ്റവും നല്ല ഫീച്ചേഴ്സും സൗന്ദര്യമുള്ള ആളുകളായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ വിളിക്കുകയാണെങ്കിൽ അവർ വരുമെന്നുള്ളതല്ലാതെ ഇടയ്ക്കൊന്നവർ നമ്മളെ വിളിക്കില്ല. നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആകില്ല. അതുമാത്രമല്ല നമുക്ക് ഒരു തലവേദനയുമില്ല. ജസ്റ്റ് കാണുക, മീറ്റ് ചെയ്യുക, സന്തോഷിക്കുക, പോകുക.
അങ്ങനെ ആരാടി ഉള്ളത്? ചുമ്മാ വരിക, നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുക, പോകുക, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള എല്ലാ സെറ്റപ്പും ഇപ്പോഴുണ്ട്. നിങ്ങളാരും ഇത് തിരയാത്തത് കൊണ്ടാണ്. ഞാൻ നന്നായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരാളെ തിരഞ്ഞെടുക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് വരട്ടെ. ഇതിനകത്ത് ഏറ്റവും വലിയ ചില ഗുണങ്ങളുണ്ട്. എന്താണ് ഈ ഗുണങ്ങൾ? ഒന്നാമത്തെ കാര്യം, അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നിൽക്കുള്ളൂ. അല്ലാതെ നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞത് അവർ കേൾക്കും, അല്ലാതെ അവർ പറഞ്ഞത് നമ്മൾ കേൾക്കില്ല. അവർ അടിമകളെ പോലെയായിരിക്കും. നമ്മൾ നൃത്തം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നൃത്തം ചെയ്യും. വീണ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ വായിക്കും. അതേപോലെയാകും അവരുടെ പ്രവർത്തനങ്ങൾ. കാര്യം, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പെരുമാറും. പൊടി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട് ചേച്ചി, ഉണ്ട്. ഞാനത് കുറേ നാളായിട്ട് കാണുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയിപ്പം നിങ്ങൾ ഈ വിഷയം എടുത്തിട്ടപ്പോൾ ഞാനിതൊക്കെ കറക്റ്റ് പഠിച്ചത് ഒന്ന് പ്രാവർത്തികമാക്കാൻ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്താം. ഒന്ന് പോ പെണ്ണേ, അതൊക്കെ റിസ്ക്കാണ്. അവന്മാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ കയ്യിലെ കാശെല്ലാം കൊണ്ടുപോകും. അതുമാത്രമല്ല, വല്ല വീഡിയോ മറ്റോ ഒളിക്യാമറ വെച്ചെടുത്തിട്ട് അതും പ്രശ്നമാകുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഇതൊക്കെ വളരെ പ്രൊഫഷണലായി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പോഴേക്കും എല്ലാവരും കൂടി അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നിനക്ക് നേരത്തെ അനുഭവമുണ്ട്, നിന്റെ കസ്റ്റഡിയിൽ ആരോ ഉണ്ട്, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, സത്യം പറയണീന്ന്. അല്ലെൻ്റെ ചേച്ചി, ഞാനിങ്ങനെ ഒരു പോസ്റ്റിൽ കണ്ടതാണ്. അതിന് കണക്ഷൻസൊക്കെ അറിയാവുന്ന ഒരാളോട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. നല്ല വിശ്വസ്തരായ ആൾക്കാരാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ തൊട്ട് സെലിബ്രിറ്റികൾ വരെയുണ്ട്. അതിനൊക്കെ അതനുസരിച്ച് പണവും കൂടും. എൻ്റെ ദൈവമേ, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, സൗന്ദര്യമുള്ള എല്ലാറ്റിനും ഒരു വിലയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു ഗുണമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ സീക്രട്ടായിരിക്കും. അതുമാത്രമല്ല, ആരും ഭരിക്കാൻ വരില്ല. ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങളുടെ നിലനിൽപ്പൊന്നുമില്ല. വരിക, പോകുക, അത്ര മാത്രമുള്ളെന്ന് അവളങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലർക്കും ഇൻട്രസ്റ്റായി. ഞാനും അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. തലവേദന ഉണ്ടാക്കാത്ത ഒരാളാണെങ്കിൽ ഓക്കെ. ഈ ഐഡിയ കേട്ട് എല്ലാവരും കൂടെ പരസ്പരം പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. കൊള്ളാം, 5 പെണ്ണുങ്ങൾ, അതിന് ഒരാളും. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനൊന്നുമല്ല, നമ്മൾ ഒരു ടെസ്റ്റ് ഡോസ്, ഇത് വർക്കൗട്ട് ആകുമോയെന്ന്, അതിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനായിരിക്കും എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ യാതൊരു വിധത്തിലും അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. സേഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ. എനിക്കാണെങ്കിൽ വീട്ടുകാരെയൊന്നും ഭയവുമില്ല, നാട്ടുകാരെ പേടിയില്ല. ഇനിയിപ്പം എൻ്റെ എന്തെങ്കിലും പുറത്തായെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ. നിങ്ങളെല്ലാവരും ശീലാവധികളാണെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ തിരയാൻ തുടങ്ങിയത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും അവളുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയില്ല. എല്ലാവരും കൂടെ രാത്രിയായപ്പോൾ ചോദിച്ചു, എന്താടി നീ തിരഞ്ഞിട്ട് വല്ല കോള് ഒത്തോന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, ദേ 3 പ്രൊഫൈലുകൾ കിട്ടിയിട്ടുണ്ട്. 3ഉം മോഡലിംഗ് ചെയ്യുന്ന പയ്യന്മാരാണ്. നോക്കെന്ന് പറഞ്ഞ് 3 പേരുടെ ഫോട്ടോ കാണിച്ചു. അത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാം കണ്ട് ഞെട്ടി. പൊടി, ഇത്രയും സുന്ദരന്മാർ എനിക്ക് തോന്നുന്നില്ല, എല്ലാം കള്ളത്തരമാണെന്നും. അപ്പോൾ അവൾ പറഞ്ഞു, കള്ളത്തരമല്ല, യഥാർത്ഥത്തിൽ അവരെ മീറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഉള്ളതാണോ കള്ളമാണോ എന്ന്. എന്തായാലും ഞാനല്ലേ ഡീൽ ചെയ്യുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഒരാളെ കാണും. കണ്ടിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ 5 പേരും കൂടി ഇരുന്ന് അവിടെ ഒത്തിരി നേരം ആലോചിച്ചു. അപ്പോൾ ഒരു പയ്യൻ, സൗന്ദര്യം എല്ലാവർക്കും നല്ല പോലെയുണ്ട്, എങ്കിലും ഒരാൾക്കെന്തോ ഇത്തിരി കൂടി അട്രാക്ഷൻ ഉള്ളത് പോലെ തോന്നി. നമുക്കൊരു വാത്സല്യം തോന്നുന്ന രൂപം. വാത്സല്യം വേണമല്ലോ, ഓമനിക്കാനൊരു ശിശിരം. എന്തായാലും അവളെ വിശ്വസിച്ച് ഞങ്ങൾ ആ ആൾക്ക് ഓക്കെ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളും അവനും കൂടെ സിറ്റിയിൽ വെച്ച് മീറ്റ് ചെയ്തു. അവൾ സെൽഫി എടുക്കുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ടത് കാണിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വാസമായത്. കൊള്ളാം, ഞങ്ങൾ തിരഞ്ഞെടുത്ത ആൾ അതീവ സുന്ദരൻ തന്നെ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പിടിയുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവനുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അവൻ എല്ലാ ചിത്രങ്ങളും അയച്ചു തരും, മുഖമൊഴികെ. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസമായി അവൻ ഓരോ കർമ്മങ്ങളും ഇവിടെ വന്ന് നടത്തുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാവർക്കും ആകെ അങ്കലാപ്പിലായി. അവളാണെങ്കിൽ ഞങ്ങളെക്കാൾ കുറച്ചുകൂടി ചെറുപ്പമാണ്. അവൾക്ക് എടുത്തുചാട്ടവും
ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ പോകുന്ന വഴി ശരിയാണോന്ന് ആർക്കറിയാം. എന്തായാലും ടെൻഷനോടു കൂടിയാണ് അതിനെ സമീപിച്ചത്. രാത്രിയോടുകൂടി ആ പയ്യൻ പടങ്ങളൊക്കെ അയച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലും വലിയ അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നവളാണ് ഞാൻ. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മറുകര കണ്ടില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. നിന്റെ ഭർത്താവ് ഒരു ക്രൂരൻ, അങ്ങർക്ക് പെണ്ണുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ല. അവൻ മേടിക്കുന്ന പൈസയ്ക്ക് വളരെയധികം ആത്മാർത്ഥത കാണിക്കുമെന്നാണ് അവളും കൂടി കൂട്ടിച്ചേർത്തത്. എന്തായാലും അവളാണ് ആദ്യം തയ്യാറായത്. 10,000 രൂപയാണ് ചെക്കൻ ചോദിക്കുന്നത്. അത് ഒത്തിരി കൂടുതലാണെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് അവളത് 7,000 രൂപയാക്കി. സത്യം പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്കിലും അവൾ 7,000 രൂപയിലേക്ക് കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു സംശയം, എവിടെ വെച്ചാണ്? അപ്പോൾ അവൻ പറയുന്നു, അവന് സ്ഥലമില്ല, സേഫായുള്ള സ്ഥലങ്ങൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തീരുമാനിച്ചു 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഒന്നിൽ നിന്ന് എല്ലാവരും അങ്ങ് ഒഴിയാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അതിൽ ഒരാൾ മാത്രമായിരുന്നു താമസം. ഈ പറഞ്ഞവളില്ലേ, അവൾ ഒറ്റയ്ക്കായിരുന്നു ആ റൂമിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്ക് അതാണിഷ്ടം. അതൊരു ചെറിയ മുറിയാണ്. അതുകൊണ്ട് ഞങ്ങളാരും അന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ല. അവളുടെ ഇഷ്ടം എന്ന് വിചാരിക്കുകയും ചെയ്തു. എല്ലാവരും ഭയങ്കര കൂട്ടാണല്ലോ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു, ശരി, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറയുന്നില്ല, ഞാൻ മാത്രമാണ് അവനെ വിളിച്ചു വരുത്തുന്നത്. ഇവിടെ ആൾക്കാരുണ്ടെന്ന് അവനറിയാം, പക്ഷേ നിങ്ങളെല്ലാം ഉറങ്ങുമ്പോഴായിരിക്കും അവന് വരുന്നത്. അപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞു, അത് ശരിയാകില്ല, ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തണമെന്ന്. അവൾ പറഞ്ഞു, ഇല്ല, അത് പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ സമയം. ഇപ്പം ഞാൻ കഥകളൊന്നും പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ടേ പറയുകയുള്ളൂ. ഇവിടെ 5 പേരുള്ള കാര്യം തൽക്കാലം അവൻ വരും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ റിസൾട്ട് പറയും. അതനുസരിച്ചിട്ട് ഓരോ ആൾക്ക് വേണ്ടിയിട്ടും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യും. നിങ്ങളുടെ നമ്പരോ നിങ്ങളുടെ പേരുകളോ ഒന്നും പറയില്ല, ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സമ്മതിച്ചു. ശരിയാ, റിസ്ക് ഏറ്റെടുക്കാൻ വയ്യ. അവളല്ലേ റിസ്ക് എടുക്കുന്നത്. അവൾ പറഞ്ഞ പോലെ കേട്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് തിരുമധുരം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും മിണ്ടിയില്ല. കാരണം ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഞങ്ങൾ. ശരിക്കും ഭർത്താവ് അല്ലെങ്കിൽ ഒരു കാമുകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരിക്കൽ പോലും ഒരു സൗഭാഗ്യമുണ്ടായിട്ടില്ല. ആ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ എന്തിനാണ് വെറുതെ അവളെ വെറുപ്പിക്കുന്നത്? അവളാണ് ഈ ഐഡിയ ഇട്ടത്. ഇത് വർക്കൗട്ട് ആവുമെന്നെങ്കിലും നോക്കാമല്ലോ. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത് വർക്കൗട്ടായി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറായുള്ളൊരു കാര്യമാണ്. ആരോടും ഒരു രീതിയിലും ഒരു ബന്ധവുമില്ല, ഒരു തലവേദനയുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി പോലുമില്ല. അത് അടിപൊളിയാണ്. നമ്മുടെ കാര്യങ്ങൾ ആരും പുറത്തറിയില്ല. പുറകെ നടക്കുന്ന ആണുങ്ങളെ കൊണ്ട് ശല്യവുമില്ല. കുറച്ച് പണം ചിലവാകും. പണം പിന്നെ എന്തിനാണ്? മനുഷ്യർ ജീവിക്കാനല്ലേ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവളെ ഞാൻ മനസ്സ അഭിനന്ദിച്ചു. അന്ന് രാത്രി ആ പയ്യൻ വന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവരുടെ പ്രൈവസിക്ക് തടസ്സമാകണ്ടെന്ന് കരുതി. ഇത്തിരി ഒറ്റപ്പെട്ട സ്ഥലമാണ് നഗരമാണെങ്കിലും പുറകുവശത്തൂടെ വരാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് പയ്യൻ വന്നു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിനുള്ള പല തെളിവുകളും കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. അതുമാത്രമല്ല, പല വീഡിയോകളും അവൾ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു. മുഖമൊന്നുമില്ലാത്തതാണ്. അവൾ പറയുന്നത് അവൻ അതേപോലെ അനുസരിക്കുന്നതും അത് കഴിഞ്ഞ ശേഷം അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അവൻ ചോദിക്കുന്നതും അതനുസരിച്ച് തന്നെ അവൻ മുന്നേറുന്നതുമാണ് ഞങ്ങൾ കണ്ടത്. പക്കാ പ്രൊഫഷണലിസം അങ്ങനെ വേണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പുറകെ നടക്കുക, പ്രേമിക്കുക, പിന്നെ പല കാര്യങ്ങൾ ഏർപ്പെടുക, വഴക്ക്, വക്കാണം, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളിലും ഇത്രയും കോംപ്ലിക്കേഷൻസ് പാടില്ല. എല്ലാം സ്മൂത്തായിരിക്കണം. ഇതേപോലെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കുക. അത് കഴിഞ്ഞ ശേഷം അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക. അതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യമെന്ന് എനിക്കും അപ്പം തോന്നി. അങ്ങനെ അവളുടെ ആദ്യ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ വന്നു, അവന് നിങ്ങളുടെ ആരുടെയും സൗന്ദര്യമോ പ്രായമോ ഒന്നും നോക്കാനില്ല. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരാളെ അങ്ങോട്ട് കയറി പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രായം നോക്കും, നമ്മുടെ സൗന്ദര്യം നോക്കും, നമ്മുടെ സ്റ്റാറ്റസ് നോക്കും, ഒക്കെ നോക്കും. പക്ഷേ ഇവൻ അങ്ങനെയല്ല. അവൻ പറയുന്ന പണം അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും അളക്കില്ല.
അവൻ അവൻ്റേതായ കർമ്മ മേഖലകളിൽ മികച്ചവനാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തോന്നി അതും നല്ലൊരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. ഇവിടെ ഇപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള ആളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ ചിലവാകും, അത്രയല്ലേ ഉള്ളൂ. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അതൊക്കെ കറക്റ്റാണ്, ആണുങ്ങൾ ഇങ്ങനെയാണ്. കാര്യം ഇപ്പോൾ അവരുടെ സൗന്ദര്യം വെച്ച് അവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമുള്ള സ്ത്രീ വീഴുമോ? ഒരിക്കലുമില്ല. പക്ഷേ കയ്യിലുള്ള സമ്പത്ത് ഉയർത്തിക്കാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് അവരുടെ പുറകെ നടക്കും. അതുതന്നെയാണ് ഇവിടെയും. അല്ലടി, സാധാരണ പുരുഷന്മാരുടെ കയ്യിൽ നിന്നും സ്ത്രീകളല്ലേ പണം അടിച്ചു മാറ്റുന്നത്, ഇത് നേരെ തിരിച്ചാണല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, സൗന്ദര്യത്തിനും കഴിവിനും അടിമത്തത്തിനും ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അവളാണെങ്കിൽ ഞങ്ങളെ വർണ്ണിച്ച് കേൾപ്പിച്ച കഥകളും വീഡിയോകളും അവളുടെ എക്സ്പ്ലനേഷനും ഒക്കെ കേട്ട് ശരിക്കും ഞങ്ങൾ മത്തുപിടിച്ചതുപോലെയായി. ഇനിയിപ്പോൾ അവൻ അടുത്ത ദിവസം വരുമ്പോഴേക്കും 10,000 രൂപ അവനെ കൊടുക്കണമെന്ന് അവൾ പറഞ്ഞു. 10,000 7,000 എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, അവൻ പണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവനോട് തർക്കിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അവൻ 7,000 എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവസാനം 10,000 രൂപ കൊടുത്ത് വിട്ടു. അത്രയ്ക്ക് നല്ലൊരു പയ്യനാവൻ എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു 10,000 ചിലവാക്കാൻ നമുക്കും കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡായുള്ള സ്ഥാനം ആരേറ്റെടുക്കുമെന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഇനിയിപ്പോൾ ടോസ് ഇടാനേ പറ്റുകയുള്ളൂ, ഒരാൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ടോസ് ഇട്ടപ്പോൾ എൻ്റെ പേരാണ് വന്നത്. ഷോ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആ ചെക്കനോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൾ പറഞ്ഞ കഥകളും വീഡിയോകളൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല. പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുമാണ്. പക്ഷെ അവൾ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ചേച്ചിയെക്കുറിച്ച് എല്ലാ ഇൻട്രൊഡക്ഷനും ചെറു കഥകളും ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ വന്ന് ചേച്ചിയോട് സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ആ മുറി എനിക്ക് വേണ്ടിയിട്ടാണ് കാലിയാക്കിയത്. അതായത് അവൾ ആദ്യം കണ്ടതിൻ്റെ 2 ദിവസം കഴിഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അവൻ പിന്നീട് വന്നത്. അതിനിടയ്ക്ക് അവൻ ബിസിയായിരുന്നു. ഞാനാണെങ്കിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അന്ന് നിശബ്ദത പാലിച്ചു. അവളാണ് അവനെ എൻ്റെ അടുത്തേക്ക് ആനയിച്ചത്. അവനെ കണ്ടപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടമായി. ഇത്രയും സൗന്ദര്യമുള്ള ആണുങ്ങൾ അവരുടെ സൗന്ദര്യം വെച്ച് അവർ വിജയിക്കുന്നു. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും ഈ ലോകത്ത് പണം ഉണ്ടാക്കാനാണ് താല്പര്യം. അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നെഗറ്റീവ് ചിന്തകൾക്ക് ഇവിടെ അർത്ഥമില്ലെന്ന് വിചാരിച്ച് ഞാൻ അവനോട് അരമണിക്കൂറോളം സംസാരിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കടന്നുപോയത് ആദ്യ ദിവസം മുതൽ എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അത് പിന്നെ ചില ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നും എന്താണെന്നും ഒന്നും അറിയില്ല. ഒരു പൂവ് പോലെയാണ് എല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അത് ചേച്ചിക്ക് ഇന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞു. അല്ലട, നിനക്ക് ഒരാളെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അതല്ല, വൃത്തി മാത്രമാണ് ഇതിലെ പ്രധാന ഘടകം. അല്ലാതെ അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. വേണമെങ്കിൽ സൗന്ദര്യമുള്ളവരെ മാത്രം നോക്കുന്ന ആളുകളുണ്ട്. അത് എൻ്റെ കാറ്റഗറിയിലില്ല. എനിക്ക് പണം സമ്പാദിക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും എൻ്റെ മനസ്സ് റെഡിയാക്കണം. ചേച്ചി അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് അവിടെ ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ പിന്നെ നടന്നത് ചരിത്രമായി മാറുകയായിരുന്നു. ചേച്ചി ഒന്നും പറയണ്ട. ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ തന്നെ ചേച്ചി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങുകയായിരുന്നു. അന്നാണ് മാഡം യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത്, എത്രയും സോഫ്റ്റ് ആയിരിക്കണം വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായാലും അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാറ്റിൻ്റെതായ സമയങ്ങളുണ്ട്. സമയവും വേണം. അതേപോലെ തന്നെ കാര്യക്രമങ്ങളിലും അതിൻ്റെതായ ഭംഗി വേണമെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ പഴയകാല കഥകളൊക്കെ എനിക്ക് സമ്മാനിച്ചത് നൊമ്പരമായിരുന്നെങ്കിലും ഇവിടെ ഇപ്പോൾ ഇത് മധുര നൊമ്പരക്കാറ്റാകുകയായിരുന്നു. ഞാൻ അവനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നില്ല. അവൻ എൻ്റെ ഇഷ്ടങ്ങൾ, അതായത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത എൻ്റെ ഇഷ്ടങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ പാറി നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ഗിഫ്റ്റാണ് ഈ ദിവസമെന്ന്. എന്തായാലും
എൻ്റെ ആ കൂട്ടുകാരി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ശരിക്കും ഒരു സ്വപ്നലോകത്തിൽപ്പെട്ടതുപോലെയായിരുന്നു. എന്തായാലും അവന് പറഞ്ഞ തുക തന്നെ ഞാൻ കൊടുത്തു. അതിൽ എനിക്കൊരു മടിയുമില്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ കഥകൾ കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും അതേപോലെ തന്നെ ആവേശമായി. അവനാണെങ്കിൽ നമ്മളെ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൻ പടിവാതിൽക്കൽ കാണും. ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ 5 പേരുടെയും തിക്ക് ഫ്രണ്ടായിരുന്നു അവൻ. ഞങ്ങൾ 10,000 കണക്കിന് രൂപ അവന് വേണ്ടി ചെലവാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ്റെ ടാർഗറ്റഡ് മണിയൊക്കെ ശരിയായി കാണും. അവൻ എവിടെയെങ്കിലും സെറ്റിലാകാൻ പോയി കാണുമെന്ന് അതവൻ പറയുമായിരുന്നു. പിന്നീട് ഒരു രീതിയിലും കോണ്ടാക്റ്റ് കിട്ടിയില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റായി കഴിഞ്ഞിരുന്നു. പിന്നീട് ഞങ്ങൾ തന്നെ തിരഞ്ഞിറങ്ങി. കയ്യിൽ മാസം കിട്ടുന്ന പണം ഇങ്ങനെ പല വഴിക്കും പോയി മാഡം. ഇതിനിടയ്ക്ക് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞെങ്കിലും എല്ലാവരും തമ്മിലുള്ള ബന്ധം ശക്തമായി നിന്നു മാഡം. ഇപ്പോഴും ഞങ്ങൾ 5 പേരും വിവാഹിതരല്ല. അടുത്തൊരാളെ കണ്ടെത്തിയിട്ടുമില്ല. ഇതേപോലെയുള്ളൊരു പ്രക്രിയയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇഷ്ടം പോലെ പണം ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഓവർ ടൈം പോലും ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട്. 2-3 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ ചിലപ്പോഴൊക്കെ തോന്നും. സാധാരണ സ്ത്രീകൾ ഇഷ്ടം പോലെ പണം സമ്പാദിക്കുന്നിടത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ പണം പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് കണ്ടെത്തിയത് എത്രയോ നവരത്നങ്ങളെയാണ്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് മുന്നിൽ വന്നതെല്ലാം അടിപൊളിയായിട്ടുള്ള ഏറ്റവും സൗന്ദര്യമുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകളാണ്. അതിൽ സത്യം പറഞ്ഞാൽ അഭിമാനമുണ്ട്. സാധാരണ ഒരു സ്ത്രീക്ക് ഒരിക്കലും കൈവരാത്ത ഒരു കാര്യമാണ്. പക്ഷേ പണം ഇഷ്ടം പോലെ ചോർന്നു പോവുകയാണ്. ഒരു സമ്പാദ്യവുമില്ല. പുതിയ ആളുകളെയാണ് ഇപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാവരും സമ്പത്തും മറ്റും ചെലവാക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി അവിടെ സ്വത്ത് പോലും വിറ്റ് ബാങ്കിലിട്ടിരുന്ന കാശൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ്. സത്യം പറഞ്ഞാൽ 5 പൈസ മീതിയില്ല. വല്ലാത്ത രീതിയിൽ ഈ കാര്യത്തോട് ഇഷ്ടക്കൂടുതൽ തോന്നി അതിൻ്റെ പുറകെ പോവുകയാണ് ഞങ്ങൾ. ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ഗുണമുണ്ടാകുമോ മാഡം? എനിക്കറിയില്ല. ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ 5 പേരും ഒന്നിൽ നിന്നും ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല മാഡം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. ഇഷ്ടംപോലെ പണം സമ്പാദിക്കേണ്ട ഒരു രീതിയിൽ നിന്ന് ധാരാളം പണം ചിലവായി പോകുന്ന ഒരിഷ്ടത്തിലാണ് ഞങ്ങൾ. ഇതാണ് മാഡം എൻ്റെ അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ പണം കൊടുത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു സേവിങ്സ് പോലും ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരിക്കലും ആകരുത്. ഇത്തരം അഡിക്ഷൻസൊക്കെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അല്ലാതെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മാറാൻ പോകുന്നില്ല. അതിന് വേണ്ട തെറാപ്പികളോ മറ്റു കാര്യങ്ങളോ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളത് കേട്ട് അനുസരിച്ചാൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഈ കഥയിലൊരു വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആണുങ്ങളാണ് കുറ്റം പറഞ്ഞത്. അവരിങ്ങനെ പെണ്ണുങ്ങൾക്ക് വേണ്ടി മൊത്തം പൈസ ചിലവാക്കുന്നത്. ഇവിടെ തിരിച്ച് സംഭവിച്ചത് കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്ന ഒരു സമൂഹമല്ല ഇത്.